നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോ ഡീൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രകൃതിയുടെ വരദാനമാണ് കരയും കടലും. കരയെയും കടലിനെയും സംരക്ഷിച്ചു പോരുന്നത് സർവശക്തനായ ദൈവമാണ്. കരയിൽ മാത്രമല്ല, കടലിലും ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കരയിൽ നിർമ്മിച്ചിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ആകർഷവും പ്രൗഢഗംഭീരവുമായ പടുകൂറ്റൻ പ്രതിമകളെപ്പറ്റി നമുക്കറിയാം. എന്നാൽ കടലിൻ്റെ ആഴങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ രൂപങ്ങളെപ്പറ്റി അധികം ആർക്കും അറിയില്ല. ഫിലിപ്പീൻസിലെ ബോഹോൾ പ്രവിശ്യയിൽ കടലിനടിയിൽ കാണപ്പെടുന്ന ഉണ്ണിയേശുവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും രൂപങ്ങളും ഇറ്റലിയിലെ അബീസിലെ സ്റ്റാച്യു ഓഫ് ക്രൈസ്റ്റ് ഓഫ് ദി അബീസ് എന്നറിയപ്പെടുന്ന വെള്ളത്തിനടിയിലെ ക്രിസ്തുവിൻ്റെ മറ്റൊരു രൂപവും വളരെയേറെ കൗതുകമുണർത്തുന്നവയാണ്. കടലിനടിയിലെ രൂപങ്ങളുടെ കൂടുതൽ കാഴ്ചകളിലേക്ക്. കടലിനടിയിലുള്ള ഒരു ക്രിസ്തു പ്രതിമയുടെ ചിത്രം നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം. ഇറ്റലിയിലെ പോർട്ടാഫിനോ ഗ്രാമത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത സാൻ ഫ്രൂട്ടോസോയിലെ വെള്ളത്തിലാണ് അബിസിന്റെ യഥാർത്ഥ ക്രിസ്തു മുഴുകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ജനപ്രിയവുമായ ഡൈവിംഗ് സൈറ്റുകളിൽ ഒന്നാണ് പോർട്ടാഫിനോയിലെ സുരക്ഷിത മറൈൻ ഏരിയയിലെ വെള്ളത്തിൽ മുങ്ങിയ ക്രൈസ്റ്റ് ഓഫ് ദി അബിസ്, ക്രിസ്റ്റോ ഡെഗ്ലി അബിസി പ്രതിമ. ഗിഡോ ഗാലറ്റി പണിതീർത്ത യേശുക്രിസ്തുവിന്റെ വെള്ളത്തിൽ മുങ്ങിയ വെങ്കല പ്രതിമയാണ് ക്രൈസ്റ്റ് ഓഫ് ദി അബിസ്. ഡൈവിംഗ് ടെക്നിക്കുകളുടെ തുടക്കക്കാരനായ ഇറ്റാലിയൻ മുങ്ങൽ വിദഗ്ധനായ ഡുവിലിയോ മാർക്കൻഡെയുടെ ആശയമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഡാരിയോ ഗോൺസാട്ടി വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് ഒരു മുങ്ങൽ സമയത്ത് മരണപ്പെട്ടതിൻ്റെ സ്മരണയ്ക്കായി യേശുവിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. അതിനെ തുടർന്ന് ശില്പിയായ ഗിഡോ ഗാലറ്റി നിർമ്മിച്ച യേശുക്രിസ്തുവിൻ്റെ വെങ്കല സാദൃശ്യമാണ് അബിസിൻ്റെ ക്രിസ്തു. അതിൻ്റെ ഭുജങ്ങൾ പ്രാർത്ഥനയുടെ അടയാളമായി മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. കടലിനടിയിൽ 56 അടി ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന 260 കിലോഗ്രാം ഭാരവും 8 അടി ഉയരവും വരുന്ന ക്രിസ്തുവിൻ്റെ വെങ്കല പ്രതിമ 1954 ഓഗസ്റ്റ് 22-നാണ് വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചത്. ക്രൈസ്റ്റ് ഓഫ് ദി അബിസ് ലോകമെമ്പാടുമുള്ള സ്കൂബ ഡൈവേഴ്സിന്റെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ സ്ഥലത്ത് ഡൈവിംഗ് ഒരു സവിശേഷ അനുഭവമാണ്. ആഴമില്ലാത്ത വെള്ളവും കടൽ തീരത്തിന്റെ സാമീപ്യവും കാരണം അബിസിലെ ക്രിസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള മുങ്ങൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. സുരക്ഷിത മറൈൻ ഏരിയയുടെ പ്രകൃതി സൗന്ദര്യത്തിൽ സമാധാനത്തിന്റെ അടയാളമായി പ്രതിമയുടെ തുറന്ന കൈകളാൽ ആകാശത്തേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പീൻസിലെ ബോഹാളിനടുത്തുള്ള കന്യാമറിയം. ഡൈനാമൈറ്റ് ഉപയോഗിക്കുന്ന അനധികൃത മത്സ്യബന്ധന രീതികളെ നിരുത്സാഹപ്പെടുത്താൻ സഹായിക്കുന്നതിനായി വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിന്റെ 14 അടിയുള്ള പ്രതിമ ഫിലിപ്പീൻസിലെ ബോഹോളിനടുത്ത് വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ 9 വർഷം മുമ്പ് ഒരു കൂട്ടം മുങ്ങൽ വിദഗ്ധരാണ് ഡൈനാമൈറ്റ് മത്സ്യബന്ധനം നിർത്താൻ ഫിലിപ്പൈൻസിൽ കന്യാമറിയത്തിന്റെ പ്രതിമ, അവർ ലേഡി ഓഫ് ഡാനജോണിന്റെ പ്രതിമ റീഫിൽ സ്ഥാപിച്ചത്. പ്രതിമ അവിടെയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാവുന്നതിനാൽ അവർ ഡൈനാമൈറ്റ് ഉപയോഗിക്കില്ല. ഡൈനാമൈറ്റ് പാറയെ നശിപ്പിക്കുകയും സമുദ്രജീവിതത്തെ വിവേചനരഹിതമായി കൊല്ലുകയും ചെയ്യുന്നു. അതിനാലാണ് നാട്ടുകാർ ഡൈനാമൈറ്റ് മീൻപിടുത്തം നിർത്താൻ മനോഹരമായ പ്രതിമ വെള്ളത്തിനടിയിലെ പാറയിൽ സ്ഥാപിച്ചിരിക്കുന്നത്.
അവർ ലേഡിയുടെ പ്രതിമ പാറയെ സംരക്ഷിക്കുകയും കൂടാതെ അവിടുത്തെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സങ്കേതം നൽകുകയും ചെയ്യുന്നു. മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ആവശ്യമുള്ള മത്സ്യം മാത്രം വിളവെടുക്കുകയും ബാക്കിയുള്ളവ അഴുകാൻ വിടുകയും ചെയ്യുന്നു. ഈ സമ്പ്രദായം പരമ്പരാഗതമാണ്, പക്ഷേ ഇത് വിനാശകരവും മനുഷ്യരാശിക്കും മനുഷ്യത്വത്തിനും നിരക്കാത്തതുമാണ്. എന്നിരുന്നാലും ഉപജീവനത്തിനായി വെള്ളത്തെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായും പാറയുടെ അതിജീവനത്തിനായും അവരാശ്രയിക്കുന്ന ഭൂമിയുടെ സംരക്ഷണത്തിനായും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കന്യകാമറിയത്തിന്റെ പ്രതിമ സന്ദർശിക്കാൻ സ്കൂബ ഗിയർ ആവശ്യമാണ്. അവർ ലേഡിയെ ബഹുമാനിക്കാൻ ഡൈവേഴ്സ് പതിവായി പ്രതിമ സന്ദർശിക്കാറുണ്ട്. വെള്ളത്തിനടിയിലെ കന്യകാമറിയത്തിന്റെ പ്രതിമ ഡൈനാമൈറ്റ് മീൻപിടുത്തത്തിൽ നിന്നും ഇന്നും ഫിലിപ്പീൻസ് പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നു. നാം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഗ്രഹവിചാരകന്മാരാണെന്ന് അവർ ലേഡി ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിയോടും ഭൂമിയിലെ ജീവജാലങ്ങളോടുമുള്ള മനുഷ്യരുടെ ആധിപത്യം പ്രകൃതിയെ നഗ്നമാക്കാൻ അർഹതയുണ്ട് എന്നല്ല അർത്ഥമാക്കേണ്ടത്. പകരം അവയെ പരിപാലിക്കാനും അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രയോജനത്തിനായി ദൈവത്തിൽ നിന്ന് ലഭിച്ച വിളവെടുപ്പ് എന്ന തൊഴിൽ ഉപയോഗിക്കാനും നാം ബാധ്യസ്ഥരാണ്. ഫിലിപ്പീൻസിലെ ബോഹളിനടുത്തുള്ള ഉണ്ണിയേശു. ഫിലിപ്പീൻസിലെ ബോഹോൾ പ്രവിശ്യയിലെ ബിയാൻ യൂണിഡോ പട്ടണത്തിന് സമീപം വെള്ളത്തിനടിയിൽ ഉണ്ണിയേശുവിൻ്റെ സാന്റോ നിനോയുടെ 14 അടിയുള്ള ഭീമാകാരമായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഫിലിപ്പീൻസിലെ വിർജിൻ മേരി പ്രതിമ പോലെ തന്നെ ഡൈനാമൈറ്റ് ഉപയോഗിക്കുന്ന അനധികൃത മത്സ്യബന്ധന രീതികളെ നിരുത്സാഹപ്പെടുത്തുന്നതിനാണ് ഉണ്ണിയേശുവിൻ്റെ പ്രതിമയും വെള്ളത്തിനടിയിൽ 18 അടി ആഴത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഭാവി തലമുറയ്ക്കും ആവശ്യമായ ഇവിടം ഒരു മനുഷ്യനും നശിപ്പിക്കാൻ ഇടവരരുത് എന്ന ഉദ്ദേശത്തോടെയാണ് റീഫിന്റെ അധികൃതർ അണ്ടർ വാട്ടർ ഗ്രോട്ടോ സ്ഥാപിച്ചത്. വെളുത്ത കടൽ തീരങ്ങൾ, തിളങ്ങുന്ന നീലക്കടലുകൾ, പ്രശസ്തമായ ചോക്ലേറ്റ് കുന്നുകൾ, വിസ്മയകരമായ ഗുഹകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിങ്ങനെ പ്രകൃതിദത്തമായ അത്ഭുതങ്ങൾക്ക് പേരുകേട്ട ബോഹോൾ പ്രദേശം ഇപ്പോൾ മനുഷ്യനിർമ്മിതമായ കന്യകാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും അത്ഭുതകരമായ കൂറ്റൻ പ്രതിമകളാൽ കൂടുതൽ ആകർഷകമാകുന്നു. മത്സ്യത്തൊഴിലാളികൾ ഡൈനാമൈറ്റ്, സൈനൈഡ് എന്നിവ ഉപയോഗിച്ച് മത്സ്യങ്ങളെ പിടികൂടിയിരുന്ന ഡാനജോൺ റീഫിലെ അനധികൃത മത്സ്യബന്ധനത്തെ നിരുത്സാഹപ്പെടുത്താൻ ഉണ്ണിയേശുവിൻ്റെ പ്രതിമ സഹായിക്കുന്നു. കൂടാതെ മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിനടിയിൽ അവരുടെ എല്ലാ ഡൈവിംഗ് സാഹസങ്ങളിലും സുരക്ഷിതമായി അവരെ നയിക്കുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒരു നല്ല സാഹചര്യമാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രദേശം മുങ്ങൽ വിദഗ്ധരുടെ സങ്കേതമാണ്. ബിയാൻ യൂണിഡോ നഗരത്തിലെ ഡാനജോൺ റീഫിലെ വെള്ളത്തിനടിയിലുള്ള ഉണ്ണിയേശുവിൻ്റെ ഗ്രോട്ടോ ഇന്നും ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും പുതിയ സൃഷ്ടികൾ കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി വിനോദസഞ്ചാരികൾ കടൽ തീരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ടാർക്കോയിസ് വെള്ളത്തിൽ മുങ്ങാറുണ്ട്. റീഫ് ഡൈവേഴ്സിനും ഇക്കോ ടൂറിസ്റ്റുകൾക്കുമുള്ള ആഗോള ആകർഷണത്തെ പ്രതിനിധീകരിക്കാനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിലമതിക്കാനാവാത്ത സൃഷ്ടിയിൽ മുഴുകാനും ഇവിടം അവസരമൊരുക്കുന്നു. മെക്സിക്കോയിലെ കോസുമെലിനടുത്തുള്ള യേശുവിൻ്റെ പ്രതിമ. മെക്സിക്കോയിലെ ചങ്കന പാർക്കിലെ കോസുമെലിനടുത്ത് ആധുനിക ശൈലിയിൽ നിർമ്മിച്ച വെള്ളത്തിനടിയിലുള്ള യേശുവിൻ്റെ ഒരു പ്രതിമയാണിത്. അവിടെ കന്യകാമറിയത്തിൻ്റെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. കന്യകാമറിയത്തിൻ്റെയും യേശുവിൻ്റെയും പ്രതിമകൾ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനവും ശാന്തതയും തികച്ചും സ്വാഭാവികമാണ്. 1987 14 അടി അഥവാ 4 മീറ്ററിലധികം ഉയരത്തിൽ നിൽക്കുന്ന ക്രൈസ്റ്റ് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഈ പ്രതിമകളെ കൂടുതൽ ജനപ്രിയമാക്കുന്നത് വെങ്കലത്താൽ നിർമ്മിച്ചു എന്നതും മികച്ച അനുഭവം ലഭിക്കാൻ സ്കൂബ ഗിയർ ആവശ്യമില്ല എന്നതും കൊണ്ടാണ്. പ്രകൃതിദത്ത ദ്വീപ്, പരിസ്ഥിതി, ടോപ്പ് സൈഡ്, വെള്ളത്തിനടിയിലെ വിസ്മയ കാഴ്ചകൾ എന്നിവയൊക്കെ വിലമതിക്കാനാവാത്ത ഒരു അനുഭവമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സന്ദർശകർക്ക് ചങ്കന പാർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഏഞ്ചൽ ഫിഷ് ടാങ്ക്സ്, മോറേ ഈൽ, ടോട്ട് ഫിഷ്, ഞണ്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള സമുദ്ര ജീവിതം ഉൾക്കൊള്ളുന്ന പശ്ചാത്തലം കൂടാതെ 14 അടിയുള്ള ക്രൈസ്റ്റ് പ്രതിമയുടെയും കന്യകാമറിയത്തിൻ്റെ പ്രതിമയുടെയും വെള്ളത്തിനടിയിലുള്ള ഫോട്ടോകൾ എടുക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഇവിടുത്തെ ആഴമില്ലാത്ത സൈറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ മാനവരാശിയെ സ്പർശിച്ച ദിനമാണ് ഈസ്റ്റർ.
ക്രൂശിതനായ യേശുവിൻ്റെ ഉത്ഥാനം. അങ്ങനെ ഒരു ഈസ്റ്റർ ദിനത്തിൽ കണ്ടെത്തിയ ഒരു ദ്വീപുണ്ട് നമ്മുടെ ചരിത്രത്താളുകളിൽ. അതറിയപ്പെടുന്നതും ഈസ്റ്റർ ദ്വീപ് എന്ന് തന്നെയാണ്. അന്യഗ്രഹ ജീവികൾ സ്ഥാപിച്ചത് എന്ന് തദ്ദേശീയർ വിശ്വസിക്കുന്ന പടുകൂറ്റൻ ശിലാപ്രതിമകളുള്ള അത്ഭുത ദ്വീപ്. കാണാം ഈസ്റ്റർ ദ്വീപിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. തെക്കുകിഴക്കൻ പസഫിക്കിൽ പോളിനേഷ്യൻ ത്രികോണത്തിന്റെ തെക്കുകിഴക്കൻ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പോളിനേഷ്യൻ ദ്വീപാണ് ഈസ്റ്റർ ദ്വീപ്. നിർജീവമായ 3 അഗ്നിപർവ്വതങ്ങൾ ഉൾപ്പെട്ടതാണ് 166 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ത്രികോണ ദ്വീപ്. 1722 ഈസ്റ്റർ ദിനത്തിൽ ഡച്ച് നാവികൻ ജേക്കബ് റഗോവീനാണ് ഈ ദ്വീപ് കണ്ടെത്തി പ്രശസ്തമാക്കിയത്. അതിനു മുൻപ് ചില നാവികർ ദ്വീപ് കണ്ടെത്തിയെങ്കിലും ദ്വീപിനെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യക്തമായ അറിവ് ലഭിച്ചത് റഗോവീനിൽ നിന്നാണ്. ഈസ്റ്റർ ദിനത്തിൽ കണ്ടെത്തിയതിനാൽ ദ്വീപിനെ ഈസ്റ്റർ ദ്വീപെന്ന് പേര് നൽകുകയായിരുന്നു. പാസ്റ്റ് ഐലൻഡ് എന്നാണ് അദ്ദേഹം പേര് വിളിച്ചത്. ഈ ദ്വീപിന്റെ ഔദ്യോഗിക സ്പാനിഷ് നാമമായ ഇസ്ല ഡി പാസ്ക്വ കഹേമ റെല ജമേരൗമ എന്നതിന്റെ അർത്ഥവും ഈസ്റ്റർ ഐലൻഡ് എന്നാണ്. അക്കാലത്ത് ദ്വീപിൽ 10,000-നും 15,000-നും ഇടയിൽ റാപ്പാനുയി വംശജർ അധിവസിച്ചിരുന്നുവെന്നാണ് നരവംശ ശാസ്ത്രജ്ഞരുടെ കണക്ക്. പോളിനേഷ്യൻ വംശജരാണ് ദ്വീപിൽ അധിവസിച്ച റപ്പാനുയികൾ എന്ന് കരുതപ്പെടുന്നു. മധ്യ ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ ചിതറിക്കിടക്കുന്ന 1000-ലധികം ദ്വീപുകളിൽ അധിവസിക്കുന്നവരാണ് പോളിനേഷ്യൻ വംശജർ. തൊട്ടടുത്ത പോളിനേഷ്യൻ അധിവാസ കേന്ദ്രത്തിൽ നിന്ന് ഈസ്റ്റർ ദ്വീപിലേക്ക് 1500-ലധികം കിലോമീറ്ററുകളുടെ അകലമുണ്ട്. AD 4-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിലാകും ഈ ദ്വീപിലേക്ക് മനുഷ്യർ കുടിയേറിയത് എന്ന് കരുതപ്പെടുന്നു. വൻ വൃക്ഷങ്ങളൊന്നും ഇല്ല എന്നതാണ് ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകത. പണ്ടുകാലത്ത് 15,000-ലേറെ റപ്പാനുയി വംശജർ ദ്വീപിൽ അധിവസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. അന്ന് അവർ വെട്ടിനശിപ്പിച്ചതുകൊണ്ടാകാം ദ്വീപിൽ വൻ വൃക്ഷങ്ങളൊന്നും തന്നെ അവശേഷിക്കാത്തതെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. ഇപ്പോൾ ചിലിയുടെ അധീനതയിലുള്ള ദ്വീപിൽ കഷ്ടിച്ച് 4,000-ആണ് ജനസംഖ്യ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദ്വീപിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചതും അടിമക്കച്ചവടവും കാരണമാണ് ദ്വീപിലെ ജനസംഖ്യ കുത്തനെ കുറയാൻ കാരണമായത്. ദ്വീപിലെ വിഭവങ്ങളുടെ അമിത ചൂഷണം കാരണം കാലാന്തരത്തിൽ ഈ ദ്വീപിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത തകർച്ച നേരിടേണ്ടി വരികയും അത് ചരിത്രാതീത കാലത്തെ നിരവധി ജീവിവർഗങ്ങൾ വംശനാശം സംഭവിക്കാൻ ഇടവരുത്തുകയും ചെയ്തു. റപ്പാനുയി വംശജരാണ് ഈസ്റ്റർ ദ്വീപിലെ ആദിവാസികൾ. 2002-ൽ ദ്വീപിലെ ജനസംഖ്യ 3791 ആയിരുന്നു. അവരിൽ 60% പേർ റപ്പാനുയി പാരമ്പര്യം അവകാശപ്പെടുന്നു. 1877-ൽ ദ്വീപിൽ 111 റപ്പാനുയി വംശജർ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. അവരിൽ 36 പേർക്ക് മാത്രമേ പിൻഗാമികൾ ജനിച്ചുള്ളൂ. ഇപ്പോഴുള്ള ആദിവാസികൾ എല്ലാവരും ഈ 36 പേരുടെ പിൻതലമുറക്കാരാണ്. ആദ്യ കുടിയേറ്റക്കാരുടെയും പിന്നീട് യൂറോപ്പ്, ചിലി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവരുടെയും സങ്കര സന്താനങ്ങളാണ് ഇപ്പോഴത്തെ ദ്വീപുവാസികൾ. 1888-ൽ ചിലിയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഈ പ്രത്യേക ഭൂവിഭാഗം റപ്പാനുയി എന്ന പുരാതന ജനത സൃഷ്ടിച്ച മോയ് എന്ന് വിളിക്കപ്പെടുന്ന 887 സ്മാരക പ്രതിമകളിലൂടെ ലോകപ്രസിദ്ധിയാർജിച്ചതാണ്.
യുനെസ്കോയുടെ ലോക പൈതൃക ഭൂപടത്തിൽപ്പെടുന്ന ഈ ദ്വീപ് റപ്പാനുയി ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ടൺ കണക്കിന് ഭാരം വരുന്ന ശിലാശില്പങ്ങൾ എങ്ങനെ മണ്ണിൽ ഇളക്കം തട്ടാതെ ഉറപ്പിച്ചിരിക്കുന്നു എന്നത് പുരാവസ്തു ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ബലമുള്ള അടിത്തറയിലാകും അവ ഉറപ്പിച്ചിരിക്കുന്നതെന്നായിരുന്നു നേരത്തെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ശിലാശിരസ്സുകൾക്ക് ഉടൽ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ ഗവേഷകർ പിന്നീട് എത്തിച്ചേർന്നു. ആ നിഗമനം ശരിയെന്ന് അടുത്ത നാളുകളിൽ നടന്ന ഉദ്ഖനനം തെളിയിച്ചു. 7 മീറ്റർ ഉയരമുള്ള 2 ശിലാശിരസ്സുകളാണ് പഠനവിധേയമാക്കിയത്. ചുറ്റുമുള്ള മണ്ണ് നീക്കം ചെയ്തപ്പോൾ ശിലാശിരസ്സുകളുടെ കീഴിൽ ഉടലുണ്ടെന്ന് കണ്ടെത്തി. ഉദ്ഖനനത്തിൽ ചുവന്ന നിറമുള്ള ചായം കണ്ടെത്തിയിട്ടുണ്ട്. ശില്പങ്ങളിൽ പൂശാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. യാതൊരു സാങ്കേതിക വിദ്യയുടെയും സഹായമില്ലാതെ ഇത്രയും കൃത്യമായി പ്രതിമകൾ ഉയർത്താൻ മനുഷ്യന് സാധിക്കില്ലെന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത്. ഇതിനിടെ അന്യഗ്രഹ ജീവികളാണ് ഈ പ്രതിമ സ്ഥാപിച്ചതെന്നും മറ്റും നിരത്തി നിരവധി ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു. ക്രമമായി എത്തുന്ന മഴയും മഴവില്ലും സഹിതമുള്ള മിതമായ കാലാവസ്ഥയാണ് ഈസ്റ്റർ ദ്വീപിൽ. ഇത് സന്ദർശകർക്ക് ശുദ്ധവായുവും ചേതോഹര ദൃശ്യങ്ങളും പ്രദാനം ചെയ്യുന്നു. ആകർഷകമായ ഭൂപ്രകൃതിക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ വൈവിധ്യമാർന്ന ഭക്ഷണ സാധനങ്ങളും ഈസ്റ്റർ ദ്വീപ് അണിനിരത്തുന്നു. കൈതച്ചക്ക, അവോക്കാഡോ, കപ്പളങ്ങ, 9 തരം വാഴപ്പഴങ്ങൾ എന്നിങ്ങനെയുള്ള ഫലങ്ങൾ ഇവിടെ ധാരാളമായി വിളയുന്നു. കടൽ, നാനാതരം മത്സ്യങ്ങളും മറ്റ് സമുദ്രഭക്ഷ്യങ്ങളും ലഭ്യമാക്കുന്നുമുണ്ട്. ലോകത്തിന്റെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന ആമസോൺ കാടുകളെപ്പറ്റി അറിയാത്തവർ ചുരുക്കമാണ്. ഒരുപാട് കൗതുകമുണർത്തുന്നതും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും വാസസ്ഥലവുമാണ് ആമസോൺ കാടുകൾ. അതിലെ അത്ഭുത കാഴ്ചകളിൽ ഒന്നാണ് അവിടുത്തെ നദീതീരത്തെ കളിമൺ ഭക്ഷിക്കുന്ന മക്കാബ് തത്തകൾ. പല വർണ്ണങ്ങളാൽ സമ്പന്നമായ മക്കാബ് തത്തകൾ കളിമൺ ഭക്ഷിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണെന്നത് കൗതുകകരമായ ഒരു ചോദ്യമാണ്. കാണാം ആ ചോദ്യത്തിനുള്ള ഉത്തരം. ആമസോൺ മഴക്കാടുകളിലെ പ്രശസ്തമായ കളിമൺ നദീതീരങ്ങളെക്കുറിച്ച് അറിയാത്തവർ അധികമുണ്ടാവില്ല. ഈ മഴക്കാടുകളുടെ ഭാഗമായ തെക്കൻ പെറുവിലെ ഹിത്ത് നദിക്കരയിൽ കളിമണ്ണ് ഭക്ഷിക്കുന്ന ചുവപ്പും പച്ചയും നീലയും നിറത്തോടുകൂടിയ ചിറകുകളുള്ള മക്കാവ് തത്തകളും അവയുടെ കൂടെ നിരവധി വർഗത്തിൽപ്പെട്ട മറ്റ് തത്തകളും എന്നും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഒരുക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പക്ഷികൾ കളിമണ്ണ് ഭക്ഷിക്കുന്നത് എന്നും ഈ കളിമൺ തിട്ടകൾ ഇവരെ ആകർഷിക്കാനുള്ള കാരണം എന്താണ് എന്നും ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഇതിനെപ്പറ്റി ജിയോഗ്രഫി ഗവേഷകർ കൂടുതൽ പഠനം നടത്തുകയും എന്നാൽ വ്യക്തമായ ചില നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തു. കളിമണ്ണിൽ പ്രത്യേക തരത്തിലുള്ള ഒരു വിറ്റാമിനും അടങ്ങിയിട്ടില്ല. എന്നാൽ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ കളിമണ്ണിൽ കാണപ്പെടുന്ന ഉപ്പും മഗ്നീഷ്യവും ഹൃദയം പോലുള്ള സുപ്രധാന പേശികളുടെ പ്രവർത്തനത്തിന് നല്ലതാണ് എന്ന് അനുമാനിക്കപ്പെടുന്നു.
അതുപോലെ തന്നെ ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന പഴങ്ങളിൽ ഭൂരിഭാഗവും അസിഡിക് ഫംഗസ് ബാധിച്ചവയാണ്. ഇത് കഴിക്കുന്ന ജീവികളിൽ പ്രതികൂലമായി ബാധിക്കുന്നു എന്നും ഇതിൻ്റെ ഭാഗമായി കരളിൻ്റെ പ്രവർത്തനം തകരാറിലാവുകയും മുട്ടയുടെ ഉൽപ്പാദനം കുറയുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നു എന്നും പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. കളിമണ്ണ് കഴിക്കുന്നതിലൂടെ ഈ ജീവികൾ അപകടകരമായ അസിഡിറ്റി സന്തുലിതമാക്കാനും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനും കഴിയുമെന്ന് അനുമാനിക്കുന്നു. ഈ രണ്ട് സിദ്ധാന്തങ്ങളും തത്തകളും മറ്റും കളിമണ്ണ് കഴിക്കുന്നതിനുള്ള കാരണമായിട്ടാണ് കാണുന്നത്. പൊതുവെ വന്യജീവികൾക്ക് അവരുടേതായ സ്വാഭാവികമായ സഹജാവബോധം കൊണ്ട് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ വിഷാംശം ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ ഇല്ലാതാക്കാൻ മറ്റു വസ്തുക്കൾ ഭക്ഷിച്ചതിൻ്റെ കൂട്ടത്തിൽ കളിമണ്ണ് ഭക്ഷിച്ചിട്ടുണ്ടാകാം എന്നും കരുതുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കളിമൺ ശേഖരങ്ങളിൽ ഒന്നാണ് കോൾപ്പ. കൊളറാഡോ നദീതീരത്തെ ഈ കളിമൺ ഭിത്തിക്ക് 25 മുതൽ 30 മീറ്റർ വരെ ഉയരവും 500 മീറ്റർ നീളവുമുണ്ട്. ഇവിടേക്ക് തന്നെ നൂറുകണക്കിന് തത്തകൾ ദിവസവും രാവിലെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ തമ്പോപത നാഷണൽ റിസർവിലെ കളിമൺ തടമാണ് കോൾപ്പ ചുഞ്ചോ. ഇതിന് തന്നെ 10 മീറ്റർ ഉയരവും 400 മീറ്റർ നീളവുമുണ്ട്. ഇവിടേക്കും നിരവധി മക്കാവു തത്തകൾ എത്തുന്നുണ്ട്. നൂറുകണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചും ഇവിടേക്ക് കളിമൺ ഭക്ഷിക്കുന്നതിനു വേണ്ടി എത്തുന്ന തത്തകൾ നിരവധിയാണ്. എന്നിരുന്നാലും നൂറുകണക്കിന് തത്തകളും അവയുടെ കൂടെ മറ്റു മൃഗങ്ങളും കളിമണ്ണ് ഭക്ഷിക്കുന്ന പ്രതിഭാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തത്തകളാണ് മക്കാവുക്കൾ. ആൺതത്തയും പെൺതത്തയും ഒരേപോലെ കാണപ്പെടുന്ന മക്കാവു തത്തകൾ തന്നെ 17ഓളം ഇനങ്ങളുണ്ട്. ഇതിൽ സ്കാർലറ്റ് മക്കാവ് ആണ് ഏറ്റവും വലിപ്പം കൂടിയവ. ഒരു ദിവസം ആഹാരം തേടി 15 മൈൽ ദൂരം വരെ ഇവ സഞ്ചരിക്കുന്നു. ഒരു സാമൂഹ്യ ജീവിയാണ് മക്കാവു തത്തകൾ. കൂട്ടമായിട്ടാണ് ഇവ അധികവും സഞ്ചരിക്കുക. മക്കാവുക്കൾ ഇണയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒന്നിൻ്റെ മരണം വരെ അത് നിലനിർത്തുന്നു. പരസ്പരം ഒന്നിച്ച് പറന്നും ഒന്നിച്ച് ആഹാരം ശേഖരിക്കുന്നതിലൂടെയും അതിൻ്റെ ബന്ധം നിലനിർത്തുന്നു. വർഷത്തിലൊരിക്കൽ മാത്രമേ മക്കാവു തത്തകൾ പ്രജനനം നടത്തുന്നുള്ളൂ. മലയുടെ ചെരിവിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ പൊത്തുകളിൽ ഇവ കൂടൊരുക്കുന്നു. പഴവർഗ്ഗങ്ങൾ, വിത്തുകൾ, പൂക്കൾ, ഇലകൾ, ചെടിയുടെ തുമ്പ്, ചെറിയ പ്രാണികൾ, കൊച്ചുകൾ എന്നിവയെ ഇവ ആഹാരമാക്കുന്നു. വലിപ്പമുള്ള കഠിനമായ കൊക്കുകൾ ഇവയുടെ പ്രത്യേകതയാണ്. ഇൻഫോടെയിൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.